കോഴിക്കോട് US ഓഡിയോസ് പുറത്തിറക്കിയ സബ്നോ അല്ലെങ്കിൽ ചാനലായിട്ടോ ഉപയോഗിക്കാവുന്ന മോണോ ബോർഡാണിത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു 100 വാട്ട്സ് ബോർഡ്. അപ്പോൾ അതിൻ്റെ വില എന്ന് പറയുന്നത് ഒരു 550 അറൗണ്ട് വരും. അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് അറിഞ്ഞ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങാനുള്ള വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാം, കൊറിയറായിട്ടും വാങ്ങാം. അപ്പോൾ ഇത് 27027 ഡുവൽ സപ്ലൈയിൽ വർക്ക് ചെയ്യും. 100 വാട്ട്സ് ഔട്ട്പുട്ട് വരും. 52001943 അങ്ങനെ 2 ട്രാൻസിസ്റ്റർ ഒരു പെയർ ഉപയോഗിച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ US എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവരുടെ തന്നെ റെക്ടിഫയർ മോണോബോർഡൊക്കെ ഇതിന് മുമ്പ് നമ്മൾ കുറച്ച് കാലം മുമ്പേ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്ത ഒരു 100 വാട്ട്സ് ബോർഡ് എന്ന നിലക്കാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ റിവ്യൂ ഇടുന്നത്. നിങ്ങൾക്ക് ഇവിടെ പോസിറ്റീവ് എന്ന് കാണാം, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഗ്രൗണ്ട് ഈ പോയിന്റ് ആണ്. സ്പീക്കർ പോയിന്റ് ഇത് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്പീക്കർ പോസിറ്റീവ്, ഇവിടെ ഗ്രൗണ്ട്, ഇൻപുട്ട് ഗ്രൗണ്ട്. വളരെ സിമ്പിളാണ്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. നല്ല ബോർഡിൽ നല്ല വൃത്തിയിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിമ്പിളാണ്, കാണുമ്പോൾ തന്നെ സിമ്പിളാണ്, നമുക്ക് സർവീസബിളാണ്. ഞാനെപ്പോഴും പറയുന്ന പോലെ സർവീസബിളാണ്. അപ്പോൾ ഇനി ഹീറ്റ് സിങ്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് എങ്ങനെയാണ് സ്പേസ് കിട്ടുന്നത് അതുപോലെ ചെയ്യാം. നല്ല രീതിയിലുള്ള ഹീറ്റ് സിങ്ക് ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. അപ്പോൾ അത് തന്നെ മതിയാവും. എന്നാലും ആവശ്യമുള്ളവർക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അതായത് ഒരു ഇൻപുട്ട് ആദ്യം നമുക്ക് ഒരു ചാനൽ സ്പീക്കേഴ്സ് കൊടുത്തിട്ട് ചെക്ക് ചെയ്യാം, പിന്നീട് സബ് ഊഫർ സെക്ഷനും കൊടുത്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആംപ്ലിഫയറിന് ഒരു ലൈനൗട്ട് ഒരു കൺട്രോൾ വെച്ച് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സബിൻ്റെ കൺട്രോളും അതുപോലെ തന്നെ ചാനലും ഇതൊന്നും ഉപയോഗിക്കാം. അപ്പോൾ ഇതിന് മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ബേസ് കൺട്രോൾ നമുക്ക് സബ് ഓഫറിൽ കണക്റ്റഡ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ബേസ് കൺട്രോൾ ഇല്ല. അപ്പോൾ ഇതൊരു ബഡ്ജറ്റ് ആംപ്ലിഫയർ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബേസ് കംപ്ലീറ്റ് നമുക്ക് ഇതിൻ്റെ സബ് ഓഫർ കൂടെയാണ് കിട്ടുക. അപ്പോൾ അതുകൊണ്ട് ഇതിൽ നമ്മൾ ബേസ് കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുന്ന ബോർഡിൽ കൂടെ ബേസ് ലെവൽ അത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. സബ് ഓഫർ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ സപ്ലൈ കണക്ട് ചെയ്യാം, എന്നിട്ട് സിഗ്നൽ. അപ്പോൾ ഈ സപ്ലൈ ഞാൻ ആ ആംപ്ലിഫയറിൽ നിന്ന് ട്രേസ് ചെയ്തെടുത്താണ്. ഡുവൽ സപ്ലൈ 27 വോൾട്ട്. അപ്പോൾ ഇതാണ് 2-way സ്പീക്കർ നമ്മൾ കൊടുക്കുന്ന ചാനൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ട്രേസ് ചെയ്തെടുത്തുള്ള സെൻട്രൽ ചാനലിൻ്റെ സിഗ്നലാണ്. കാരണം നമുക്ക് ഫ്ലാറ്റ് റെസ്പോൺസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൽ ബേസ് കട്ടായതുകൊണ്ട് ഇതിലൂടെ എടുക്കാം. അപ്പോൾ നമുക്ക് ഓണാക്കാം, ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഓൺ ചെയ്യാണ്. സ്പീക്കർ പ്രൊട്ടക്ഷനും മറ്റൊന്നും ഇല്ലാത്തതുകൊണ്ടുള്ള എന്തെങ്കിലും സൗണ്ട് ഉണ്ടാവാം. ഇപ്പോൾ ഓണായി. ഓക്കെ, കുറച്ചുകൂടെ വോളിയം കൊടുത്തു നോക്കിയാലോ. ഓക്കെ, അപ്പോൾ അത് സൂപ്പറാണ്. ചാനലിൻ്റെ ആ ഒരു ഗെയിൻ കണ്ടില്ലേ, നമ്മളെ ഇതിൽ നിന്നുള്ള ഡയറക്റ്റ് ആ റോളോജിക്ക് കൺവേർട്ട് ആയിട്ട് വരുന്ന സിഗ്നലാണ്, ബ്ലൂടൂത്തിൻ്റെ സിഗ്നലാണ്. അപ്പോൾ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഗെയിൻ ഉണ്ട്. ഇനി നമുക്ക് സബ് ഊഫർ സെക്ഷൻ ഒന്ന് കൊടുത്തു നോക്കാം ഈ കണക്ഷൻ മാറ്റിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെക്ക് ചെയ്ത സ്പീക്കേഴ്സ് ഞാൻ ഈ ആംപ്ലിഫയറിൻ്റെ ചാനൽ സ്പീക്കേഴ്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് സബ് ചെക്ക് ചെയ്യുന്നത്. ഇതൊരു 10 ഇഞ്ച് 160 വാട്ട്സ് എല്ലാവിൻ്റെ സബ്ബാണ് ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോണേ. അപ്പോൾ അതൊന്ന് അതിൻ്റെ കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം, അതിൻ്റെ കൂടെ ഒന്ന് പ്ലേ ആക്കാം. അപ്പോൾ എന്നാലേ നമ്മളിതൊന്ന് പ്ലേ ആക്കാം. ഫ്രണ്ട് ചാനലിൽ ഈ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, ചാനൽ സ്പീക്കറാണ്. ഇതിൽ സബ് നമ്മൾ ബോർഡിലേക്കും കൊടുത്തിട്ടുണ്ട്. ചൂടെ വോളിയം കൊടുത്താൽ ഓക്കെ, എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം? ഒരു ചെറിയ ബോർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നല്ലൊരു എഫക്റ്റ് കിട്ടുന്നുണ്ട്, നല്ലൊരു സുഖമില്ലേ ബാസ്? അതായത് ആ സബ്വൂഫറിൻ്റെ പെർഫോമൻസിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എങ്ങനെ ഉണ്ടാകുന്ന. നമ്മൾ ഔട്ട്പുട്ട് എടുത്ത ഈ ബോഡിയിൽ നിന്നാണ്, അതായത് ഒരു നോർമൽ ഔട്ട്പുട്ടാണ്. നമ്മൾ നല്ല രീതിയിൽ ഫിൽട്ടർ ചെയ്തിട്ടോ ഗെയിൻ ചെയ്തിട്ടോ ഒന്നും എടുത്ത ഔട്ട്പുട്ടല്ല. സാധാരണ ഒരു ബഡ്ജറ്റ് ആംപ്ലിഫയറിൽ നിന്നുള്ള സബിൻ്റെ ലൈനാണ് നമ്മൾ എടുത്തുള്ളത്. അപ്പോൾ അതെടുത്ത് 27027
5 ആംപിയറാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഇപ്പോൾ എലൈവ് സ്പീക്കേഴ്സ് അത് ഇതിന് ചേരുന്നതല്ല, ഇതിനെക്കാട്ടും എത്രയോ കൂടുതലാണ് മറ്റേത് ഊഫറിൻ്റെ വാട്ട്സ്. ഞാൻ പൈലിട്ട് ചെക്ക് ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് സൂട്ടബിളായിട്ടുള്ള കറക്റ്റായിട്ടുള്ള വല്ല സ്പീക്കേഴ്സ് സബ് ഊഫറൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും, നല്ല സുഖമുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും. കാരണം ട്രാൻസ്ഫർ ബോർഡാണ് ക്ലാസ് AB നല്ലൊരു സ്മൂത്ത് സർക്യൂട്ടാണ്. നല്ലൊരു കമ്പനി ബ്രാൻഡിൽ നിന്ന് ട്രേസ് ചെയ്താണ് ഈ ടൈപ്പ് സർക്യൂട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എന്നോട് പറഞ്ഞില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബോർഡ് സ്റ്റോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അതേപോലെ തന്നെ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഇതിൻ്റെ കോൺടാക്റ്റ് വാട്സപ്പ് ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിലാണ്.